ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലിറ്റ് സ്റ്റോറീസ്. അപ്പോൾ ഇന്നൊരു വെഡ്ഡിങ്ങിന് പോവുകയാണ് എൻ്റെ ഒരു സീനിയറിൻ്റെ ചേച്ചിയുടെ. സോ അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആണിത്. നല്ല ഡള്ളാണ് ഫേസ്, നല്ല ടാനൊക്കെ അടിച്ചിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേഗം ഒരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് പോവാം. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ബേസിക്കായിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കും കണ്ണെഴുതലും അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒരു BB ക്രീം തേക്കാം അങ്ങനെ. സോ ഇതിപ്പോൾ എൻ്റെ റോ ഫേസാണ്, ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് ശരിക്കുള്ള കോലം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുറേ കാലമായില്ല ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഫോട്ടോസൊക്കെ ഇടാം. അപ്പോൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ പേരുകൾ ഇടാം. ഞാൻ പ്രത്യേകിച്ച് പുതിയതൊന്നും വാങ്ങിയിട്ടില്ല, സ്ഥിരം സാധനങ്ങളാണ്. ഇതൊന്നും ഞാൻ എപ്പോഴെങ്കിലും ഇപ്പോൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ സ്കിൻ കെയർ ഒന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. ജസ്റ്റ് ഒരു സൺസ്ക്രീൻ, ഒരു മോയ്സ്ചറൈസറോ ലിപ് ബാം, ലിപ്സ്റ്റിക് ഇട്ട് പുറത്ത് പോകണതേ ഉള്ളൂ. അങ്ങനെ ഡെയിലി ഇത് യൂസ് ചെയ്യും അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പണ്ട് ഒരു വീഡിയോ ഹിറ്റായപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇത് റോസ് വാട്ടറാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ബ്ലൂ ഹെവൻ്റെ റോസ് വാട്ടറാണ്. കുറേ കാലമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. എന്നുവെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റ്. അടുത്തതൊരു സിറമാണ്, ഹിമാലയയുടെ തന്നെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിങ് ടെർമറിക് ഫേസ് സിറം എന്ന് പറയുന്ന സിറം. ഇതും ഞാൻ കുറേ ആയി, പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഡെയിലി യൂസ് ചെയ്താൽ നമുക്ക് മുഖത്തൊക്കെ ചേഞ്ച് വരും. പക്ഷെ ഞാൻ ഡെയിലി ഒന്നും യൂസ് ചെയ്യാറില്ല, എനിക്ക് മടിയാണ് ഇങ്ങനെയൊക്കെ കുറേ ഇരുന്ന് ചെയ്യാനൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒന്നും കെയർ ചെയ്യാറില്ല. ഹെയർ കെയർ ചെയ്യാറില്ല, ഫേസ് കെയർ ചെയ്യാറില്ല, ഒന്നും സമയമില്ല, മടിയാണ്. എൻ്റെയൊക്കെ കോലം മുഖത്ത് കാണാം നിങ്ങൾക്ക്. ഇത് പിന്നെ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത് എപ്പോഴും ഡെയിലി ഉപയോഗിക്കും. സൺസ്ക്രീൻ എടുത്ത് മുന്നേ തേച്ചിട്ട് പോകും. ഇതൊക്കെ മാത്രമേ ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ളൂ. നന്നായി മോയ്സ്ചറൈസർ ചെയ്താൽ നല്ലതാണ് ഫേസിന്. കുറേ ആയില്ലോ ഇങ്ങനൊരു ഇതൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇത് ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഇത് എന്തൊക്കെ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. മുഖം ഭയങ്കര ഡള്ളാണ്. പക്ഷേ ഉള്ളത് ഓണം പോലെ എന്ന് പറയില്ലേ, അതുപോലെ നമുക്ക് പോകാം. എന്തൊക്കെ ഇട്ടില്ലെങ്കിലും നിങ്ങളൊരു മോയ്സ്ചറൈസർ ഇടണം. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ, ഇത് പോൺസിൻ്റെ ഹൈഡ്രാ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള, ഇത് എല്ലാവരും കാണുന്ന സാധനമാണ്. സൂപ്പർ ലൈറ്റ് ജെൽ നല്ലതാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. മുഖമൊന്നും അത്ര ഡ്രൈ ആക്കില്ല, ഡ്രൈ മാറ്റും. സോ നല്ലതാണ്. ഓയിലി സ്കിൻകാർക്ക് നല്ലതാണ്, എനിക്ക് നല്ലതാണ് ഇത്. ഇപ്പോഴും മെനയൊന്നും വരുന്നില്ല അല്ലേ. സൺസ്ക്രീൻ ഏറ്റവും മസ്റ്റാണ്. നമ്മൾ വെയിലത്ത് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല വെയിലാണ്. ഇത് കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ എപ്പോഴും എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന സാധനം. പുറത്ത് പോകുമ്പോൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതാണ്. ഡോട്ട് ആൻഡ് കീൻ്റെ വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ നല്ലതാണ്, എനിക്ക് നല്ലതാണ്. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ എത്രാമത്തെയോ ആണ്. കയ്യിലൊക്കെ തേക്കണം, കാരണം നമ്മൾ എന്താട്ട് പോകണം, സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ കയ്യിലെല്ലാം തേച്ചിട്ട് പോയാൽ മതി. ഈ കൈയൊക്കെ ഇപ്പം തന്നെ ഗംഭീരമാണ് കാണാൻ. അപ്പോൾ നമ്മൾ കയ്യിലൊക്കെ തേച്ച് പോകണം. കയ്യിൽ നമുക്ക് ഇറങ്ങുന്ന മുന്നേ തേക്കാം. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു സൺലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു ഗ്ലോ വരുന്നുണ്ട് അല്ലേ. ഒരു ഇമ്പോർട്ടൻസ് ആണ് ലിപ് ബാം. ലിപ് ബാം ആയിരിക്കും എല്ലാ ദിവസവും ഉണ്ടാവുക. കുളി കഴിഞ്ഞ് കാണുന്ന ലിപ് ബാം. എത്രത്തോളം ലിപ് ബാം ഇടാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് കൊടുക്കുന്നത്. നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോൾ ഓൾറെഡി നന്നായിട്ട് ചുണ്ടൊക്കെ കേട് വരും. പക്ഷെ നമ്മൾ ലിപ്സ്റ്റിക് ഇടാണ്ടിരിക്കില്ല അല്ലേ.
യെസ്, ഇതേതാ? ഇതും സാധാ ഒരു ലിപ് ബെറി പ്ലസ് ഷൈൻ. ഹിമാലയയുടെ തന്നെയാണ്. ഹിമാലയ ആൾ തന്നെയാണ്. കുറച്ച് സബ്സ്ക്രൈബ്. ഹിമാലയയുടെ ആൾ തന്നെ. ഹിമാലയയുടെ ഫേസ് വാഷാണ് ഞാൻ ഉപയോഗിക്കുക. ഹിമാലയ നല്ല ഇഷ്ടമാണ്. കാരണം എൻ്റെ മുഖത്ത് വലിയ കുഴപ്പങ്ങളൊന്നും വരാറില്ല. പിന്നെ ഈ ഒരു വെള്ളപ്പാണ്ട് പിടിച്ചത് വെയിൽ കൊണ്ടിട്ട്, അല്ലാണ്ട് വേറെ ഒന്നല്ല. അല്ലാണ്ട് ഈ മുഖത്ത് വേറെ സാധനങ്ങളൊക്കെ തേച്ചിട്ട് വലിയ കുഴപ്പങ്ങൾ വന്നിട്ടില്ല. സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ്. സോ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കാരണം ത്രെഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഒരു ഭംഗിയില്ല കാണാൻ. ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മതി. വരച്ച കുഞ്ഞുവാവകൾക്ക് വരച്ച പോലെ ഉണ്ടാവും. ഇടയ്ക്ക് എൻ്റെ അങ്ങനെ ആവാറുണ്ട്. ഇപ്പോഴും ആവും എൻ്റെ മനസ്സ് പറയുന്നു. നമ്മൾ ആക്കാണ്ട് നോക്കണം. ഇപ്പോഴും ആയി, കണ്ടോ? പറഞ്ഞില്ലേ, അത് ഇടക്കിടക്കാവും. ഇടയ്ക്കേ ആവുള്ളൂ. ഫില്ല് ചെയ്താലും നമുക്ക് ഒരു പൊട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് മെന വരും. എൻ്റെ മുഖത്ത് പൊട്ടില്ലെങ്കിൽ കാണാനൊരു എന്തോ ഒരു കേടാ. എന്ത് പൊട്ട് വേണം? പച്ച വെച്ചെടുത്താലോ? അല്ലേ, പിങ്ക് വെച്ചെടുത്താലോ? നമുക്ക് വേണമെങ്കിൽ ഈ പിങ്ക് തന്നെ തൊടാം. പക്ഷേ ഈ പിങ്ക് ഇനി ഞാൻ പറഞ്ഞ പോലെ ഒരു ഭംഗി വരില്ല. കണ്ടോ? സോ നമുക്ക് കുറച്ച് ഡാർക്ക് തൊടാണ് നല്ലത്. പച്ച തൊട്ട നല്ല ഭംഗിയുണ്ടോ? ഇനി നമുക്ക് വേണമെങ്കിൽ കണ്ണ് എഴുതിക്കൊള്ളാം. അപ്പോൾ കുറച്ചുകൂടി മെന വരും. അയ്യോ, കണ്ണൊക്കെ ആയിരുന്നു കൊണ്ട് നമുക്കൊരു സാധനം ഇല്ലേ. നമുക്കൊരു BB ക്രീം കുറച്ചിട്ട് കൊടുക്കാം. ഒന്നിത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഒന്നത് സ്കിന്നിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ, ഓവറാക്കുന്നില്ല. എന്തായാലും ഇതൊക്കെ ഞാൻ വേർത്താ പോവും. അപ്പോൾ ഓവറാക്കി ഇടുന്നില്ല. എപ്പോഴും ഫേസിലിടുന്നത് കഴുത്തിലും ഇട്ടാൽ രണ്ടും ഒരേ കളറായി നിൽക്കും. അല്ലെങ്കിൽ വേറെ വേറെ കളറായി കാണാം ഫേസിന്. കണ്ടായില്ലേ? ഇത് ലാക്മേയുടെ ഒരു 9 to 5 എന്ന് പറഞ്ഞിട്ട് 9 to 5 എന്ന് പറയുന്നത്. എൻ്റെ ഷെയ്ഡ് ഹണി 02 ഹണിയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊന്നും വേണ്ടി വരില്ല. നിങ്ങൾ ഇതിനെക്കാട്ടും വലിയ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നവരായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ അധികം എനിക്കിതിനായിട്ട് വിവരവും ഇല്ല, അധികം യൂസ് ചെയ്യാറുമില്ല. ജസ്റ്റ് മുഖം ഒന്ന് വൃത്തിയിൽ നിൽക്കാൻ വേണ്ടി കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. വൃത്തിയിൽ നിൽക്കാറില്ല. മതി, ഇത്ര മതി. ലിപ്സ്റ്റിക്കും കണ്ണൊക്കെ എഴുതുമ്പോൾ കുറച്ചൊന്ന് വന്നോളൂ വൃത്തി. ഓവറായി ഇട്ടാന്ന് അറിയൂ, ഇങ്ങനെ ഒരു വെള്ളപ്പാണ്ട് പിടിച്ച പോലെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം നോക്കാം അങ്ങനെയാണ്. കണ്ണ് എഴുതി കൊടുക്കാം. താഴെ മാത്രമേ എഴുതുന്നുള്ളൂ. നല്ല ഡാർക്കിൽ എഴുതി കൊടുക്കാം. ഒന്നും ചെയ്തില്ലെങ്കിലും കണ്ണെഴുതിയും പൊട്ടും വെച്ചാൽ അതൊരു ഭംഗിയാ അല്ലേ? അതൊരു ഭംഗിയാ. അപ്പം ഇത് നമ്മുടെ സാധാ കൊളോസൽ കാജൽ, അതാണ് മേബിലിൻ്റെ, അതാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കാറുള്ളതാണ്. പിന്നെ ഇടയ്ക്ക് ഷുഗർ ഉപയോഗിക്കാറുണ്ട്. ലാക്മേ കുറവാണ്, കാരണം ലാക്മേ ഭയങ്കര കണ്ണിരിയും. ഇതന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. നമുക്കിനി ഒരു ലിപ് ലൈനർ വരച്ച് കൊടുത്ത് ഒരു ലിപ്സ്റ്റിക് ഇട്ടാൽ സംഗതി ഓക്കെ. നമ്മുടെ ലിപ് ലൈനർ നമ്മുടെ മാർസിൻ്റെ എന്താണ് ബ്ലഡ് ബാത്ത്, അതാണ് നമ്മുടെ ഷെയ്ഡ്. ഇത് 2 ഷെയ്ഡ് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഡാർക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ നമുക്ക് ലൈറ്റ് ഇടാം. നല്ല ഡാർക്കാണിത്. സോ നമ്മളത് ബാലൻസ് ചെയ്യണം. കണ്ടോ, ഡാർക്ക് വരുന്നുണ്ടോ?
ഇതൊക്കെ എൻ്റെ കയ്യിൽ പണ്ടൊട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ പുതിയതൊന്നും ഷോപ്പ് ചെയ്തിട്ടില്ല. ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കണത്. കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇൻസൈറ്റിൻ്റെ ബ്ലഷാണ്. ഈ ബ്ലഷൊക്കെ പല ഫങ്ഷന് മുമ്പേ ഇടുള്ളൂ. അത്ര മതി. ഓവറായാൽ ഗംഭീരമാകും. ഇപ്പോഴേ ഓവറായി. കുറച്ചിട്ട് കൊടുത്താൽ മതി. ഫോട്ടോസ് എടുക്കണം എന്ന് എനിക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. പക്ഷെ ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഫോട്ടോ കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാം കാണാം. ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നുണ്ടാവും. നല്ല ഫോട്ടോസ് ആണെങ്കിൽ കിട്ടും. ഡൺ. ഇനി ഒരു കമ്മലിടണം, ഒരു വാച്ച് വെക്കണം, ഒരു റിങ് ഇടണം. കഴിഞ്ഞു, നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ഈ കമ്മൽ ഇട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് കയ്യിൽ കിട്ടിയതാണ്. ഞാൻ മനസ്സിൽ വേറെ കമ്മലാണ് ആലോചിച്ചത്. പക്ഷേ ഈ കമ്മൽ ഇട്ടിട്ട് നാളുകളായി. നമുക്ക് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. മുടി അധികം ജട ഉണ്ടാവില്ല, കാരണം ഞാൻ ഇന്നലെ എണ്ണയൊക്കെ തേച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് കുളിച്ച്. നമുക്ക് നടുവര എടുക്കാം. എനിക്കിപ്പോൾ നടുവര ഭയങ്കര ഇഷ്ടമാണ്. കൊള്ളാല്ലേ? ഇതാണ് എൻ്റെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നോർമലാണ്, ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. നിങ്ങൾ കണ്ടതാണ്. അത് മാത്രം ഞാൻ മുഖത്തിട്ടിട്ടുള്ളൂ. ഐ ഷാഡോ പോലും ഇടുന്നില്ല, ഐലൈനറും ഇടുന്നില്ല. അത് കുറച്ച് നല്ല ഓവറാവും. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. വേണ്ട അല്ലേ? ഓപ്പൺ ഹെയർ ഇടാം, അല്ല ഫ്രീ ഹെയർ ഇടാം. വാച്ച് കെട്ടിക്കൊടുക്കാം. പ്രത്യേകിച്ച് വേറെ ജ്വല്ലറി ഒന്നുമില്ല, ഇതന്നെ ഇടുന്നുള്ളൂ. റിങ് ഞാൻ നല്ലത് വല്ലതും ഉണ്ടെങ്കിൽ ഇടാം. അപ്പോൾ നമ്മളൊരു വാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നഫാണിത്. ഇതായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ. ഇത് ഭയങ്കര ലോങ് വീഡിയോ ആയിരുന്നു, പക്ഷെ ഞാനിത് ഒരു ഷോർട്ടാക്കി തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി, കാരണം എനിക്ക് ഈ ഒരു സാരി ഇഷ്ടമായി. സോ പിന്നെ ഈ ഒരു സൺലൈറ്റ് അടിക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഭംഗിയുണ്ട്. ശരിക്കും ഇത്ര ഭംഗിയില്ല കണ്ണാടിയിൽ, എന്നാലും രസമുണ്ട്. ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ബൈ ഗൈസ്.